അവിശ്വസനീയമായ ത്യാഗങ്ങൾ സഹിച്ചും വിശ്വാസത്തിന് വേണ്ടി പ്രാണൻ വെടിഞ്ഞും ക്രിസ്തീയ സഭയെ ശക്തിപ്പെടുത്തുകയും ഇന്നും ദൈവസന്നിധിയിൽ നിത്യസ്മരണാർഹനായി നമുക്ക് വേണ്ടി മധ്യസ്ഥത നയിക്കുന്ന ഒരു ധീര വിശുദ്ധനാണ് വിശുദ്ധനായ ഗീവർഗീസ് സാദാം. ശൈശവ പ്രായത്തിൽ തന്നെ റോമ പട്ടാളത്തിലെ ഒരംഗമായിരുന്ന തൻ്റെ പിതാവ് നിര്യാതനായതിനെ തുടർന്ന് യൗവന പ്രായത്തിൽ തന്നെ പിതാവിൻ്റെ പാതയിൽ റോമ പടയാളിയായി നല്ല യൗവനയുക്തനായ സൗന്ദര്യശ്രേഷ്ഠനായ ആകാരസൗഷ്ഠവുമുള്ള കർമ്മകുശതയുള്ള ഒരു യുവ പടയാളി തൻ്റെ രാജ്യത്തോട് താൻ സേവനം ചെയ്യുന്ന ചക്രവർത്തിയോട് വിശ്വസ്തനായി സമർപ്പിതനായി അങ്ങനെ സേവനം ചെയ്തു വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹം റോമിൻ്റെ പട്ടണങ്ങളിലും റോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ തള്ളിക്കളയത്തക്ക രീതിയിലുള്ള ഒരു ന്യൂനപക്ഷം ത്യാഗത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീഷണത്തിൻ്റെയും ഒക്കെ മുമ്പിൽ സന്തോഷമുള്ള മുഖത്തോടെ, സംതൃപ്തിയുള്ള മുഖത്തോടെ, എന്നാൽ പല ആശങ്കകളും നിറഞ്ഞതായ ചെറിയ ഒരു മൈനോറിറ്റിയെ കണ്ടിട്ടുണ്ട്. അവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും അതിലുപരിയായി ഒരു പ്രത്യാശയും ഒരു ആത്മീയ സന്തോഷവും അവർ അനുഭവിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതെന്തായിരിക്കുമെന്നൊക്കെ അറിയാൻ തുടങ്ങുമ്പോൾ ആ കൂട്ടങ്ങളെ ഓടിച്ച് ഒരു കാട്ടുമൃഗം മാൻപേടയെ പിടിക്കാൻ ഓടിക്കുന്നത് പോലെ ഓടിച്ച് ഭവനത്തിലോ പൊതുവിടങ്ങളിലോ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി കാറ്റക്യൂംസ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ ആരാധന ആലയങ്ങളിൽ ആരാധിക്കാൻ തുടങ്ങി. ക്രൂരമായ പീഡനങ്ങൾ ചക്രവർത്തിയല്ല, ചക്രവർത്തിയുടെ താഴെ സാധാരണ ജനങ്ങളെയും ചക്രവർത്തിയെയും ബന്ധിപ്പിക്കുന്ന മധ്യവർത്തികളായ അധികാരവർഗമാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ചക്രവർത്തിയേക്കാൾ വലിയ ചക്രവർത്തി ഭക്തി കാണിച്ച് സാധാരണ ജനങ്ങളെ പീഡിപ്പിക്കുന്നത്. അതെന്തായിരിക്കുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചപ്പോഴാണ് റോമിൽ നിന്നുമൊക്കെ യെരുശലേമിൽ പോയ ആ തീർത്ഥാടകരും ആ ഭക്തരായ മനുഷ്യർ തിരിച്ചു വന്ന് വലിയ കഥകൾ പറയുന്നു. സ്വാതന്ത്ര്യമില്ലെങ്കിലും റിലിഗിയോ ഇല്ലിസിറ്റ, ഇല്ലീഗൽ റിലീജിയനായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കർണാകർണേന ഇങ്ങനെ വ്യാപരിക്കുന്ന ആദ്യഘട്ടമാണ്. അപ്പോഴവർ പറഞ്ഞു, യേശുവിനെ ക്രൂശിച്ച ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശുവിനെ ക്രൂശിച്ചപ്പോൾ ആ ക്രൂശിൻ്റെ അടുക്കൽ കർത്താവിനെ അനുധാവനം ചെയ്ത് കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായഭേദമന്യേ വലിയ സഞ്ചയം തന്നെയുണ്ട്. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരുണ്ട്, കർത്താവിനെ അപഹസിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. അവന് സംഭവിക്കാൻ പോകുന്ന ദാരുണമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ അങ്ങനെയൊക്കെ ആളുകൾ കൂടമായി കൂടി. എന്നാൽ യേശുവിൻ്റെ കുരിശിൻ്റെ അരികൾ താൻ അധികമായി സ്നേഹിച്ച പ്രിയ ശിഷ്യനായ വിശുദ്ധ യോഹന്നാനും
കർത്താവിൻ്റെ അമ്മയും മറ്റ് ഏതാനും സ്ത്രീകളും നിൽക്കുമ്പോൾ മകനോട് ഇത് നിന്റെ അമ്മയാണെന്നും അമ്മയോട് ഇത് നിന്റെ മകനാണെന്നും പറയുന്ന ഒരു രക്തബന്ധത്തിന് അതീതമായ വിശ്വാസത്തിൻ്റെ ബന്ധം യേശു തമ്പുരാൻ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് ക്രിസ്തീയ സഭ. പലരും നിസ്സഹായരായി മാറത്തടിച്ച് തിരിച്ചു പോയെങ്കിലും ഒരുപറ്റം സ്ത്രീകൾ യേശുവിനെ ഇനി അനുധാവനം ചെയ്യാനില്ല. കുരിശിലോട് വരെ ഉള്ളൂ നടന്ന് യെരൂശലേമിൽ നിന്ന് വന്നത്. പക്ഷേ സ്റ്റിൽ ദ ബാൻഡ് ഓഫ് വുമൺ കണ്ടിന്യൂഡ് ടു ഫോളോ ജീസസ് ടു ദ പോയിന്റ് ഓഫ് ഹിസ് ബറിയൽ ആൻഡ് ടു ദ പോയിന്റ് ഓഫ് ഹിസ് പ്ലേസ് ഓഫ് ബറിയൽ. അവിടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം. ആ അമ്മ തന്നെ പിന്നീട് യെരൂശലേമിൽ ശിഷ്യന്മാരോടും മറ്റുള്ളവരോടും ചേർന്ന് പ്രാർത്ഥനാനിരതമായി ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ചരിതം ഇങ്ങനെ കേട്ട് വന്ന് ഇത് സത്യമാണ്, ഇത് കെട്ടുകഥയല്ല എന്ന് വിശ്വസിച്ച വിശ്വാസികളുടെ ചെറിയ സമൂഹം. അപ്പോൾ അവർ ഓർത്തു, അതുമാത്രമല്ലല്ലോ, അവൻ്റെ രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായി വീഴുന്നത് കണ്ടവരാ. ആ രക്തകണങ്ങളോടൊപ്പം മാംസകണങ്ങളും ചെറുതായി വീണിട്ടുണ്ട്. ചാട്ടവാറിൻ്റെ അടിയും ഈ വലിയ ക്രൂരമ്പുകൾ ആണികളും ദേഹത്ത് തറച്ചു കയറപ്പോൾ മാംസം അല്പാൽപമായും വീണിട്ടുണ്ട്. അങ്ങനെ രക്തവും മാംസവും വെള്ളവും യേശുവിൽ നിന്ന് വീണ് സംജാതമായ സമൂഹത്തിനെ ഓർത്താണ് കർത്താവ് ആരംഭിച്ചപ്പോൾ പറഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ ഓർമ്മിപ്പിച്ചു. എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. Those who followed Jesus are the hearers of this invitation, and they were the eyewitnesses of the crucifixion, the burial, and the resurrection of Jesus. അല്ലാതെ ഭൂമിയിൽ ജീവിച്ച യേശുവിനെ ഗീവർഗീസ് കണ്ടിട്ടില്ല. റോമ പടയാളി ആയതുകൊണ്ട് ആ പടച്ചട്ട കൊടുക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ഈ പടച്ചട്ട നമുക്ക് തരുന്ന സംരക്ഷണം പോലെ, ഈ പടച്ചട്ട എനിക്ക് തരുന്ന സംരക്ഷണം പോലെ റോമ പടയാളി ആയതുകൊണ്ട് ആ പടച്ചട്ട നൽകുന്ന സംരക്ഷണമുണ്ട്. ആയുധങ്ങൾ കയ്യിലേറുമ്പോൾ ആയുധധാരിയായ ഉദ്യോഗ സ്ഥാനലബ്ധി മൂലം തനിക്ക് ലഭിക്കുന്നതായ സോഷ്യൽ ഇൻസുലേഷൻ ആൻഡ് സെക്യൂരിറ്റി അത് ത്യജിച്ച് തന്നെത്താൻ ക്രൂശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ വന്ന ആളാണ് ഗീവർഗീസ്. പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധി പോലും നമുക്കില്ല. നാം ഇന്ന് സംരക്ഷണത്തിന് വേണ്ടിയാണ് സഹതായെയും കൂടെ മധ്യസ്ഥനാക്കി ദൈവസന്നിധിയിൽ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത്. എന്നാൽ വിശ്വാസം എന്നാൽ എന്ത് എന്ന് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. വേറെ ഈ ലോകത്തിലുള്ള ഒന്നുമല്ല. ലോകത്തിലുള്ള കായികമായ ഭൗതികമായ ഈ ലോകത്തിൽ എടുത്തു കാണിക്കാൻ കഴിയുന്നതിനെ നഷ്ടപ്പെടുത്തിയിട്ട് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള സത്യവിശ്വാസത്തിൻ്റെ കാതലിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പുണ്യപുരുഷൻ. വിശ്വാസത്തിൻ്റെ വ്യതിചലനം എത്രമാത്രം ഇന്ന് ക്രിസ്തീയ സഭയിലുണ്ടെന്ന് അളക്കാൻ കഴിയാത്ത വിധം അത് മാർഗവംശത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ടാവും? മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ കാണും. റോമാ പടയാളി ആയതുകൊണ്ട് ഒരാളിനെ ചാട്ടുവാറിനടിക്കുന്നതിനോ, ഏതൊരു ശിക്ഷ നടപ്പാക്കുമ്പോൾ തലവെട്ടിക്കളയുന്നതിനോ,
ക്രൂരമായി പീഡിപ്പിക്കുന്നതിനും ഒക്കെ തനിക്ക് ലഭിച്ചിട്ടുള്ള അധികാരം, അതിലൊരു സന്തോഷമൊക്കെ കണ്ടാവുന്ന ആ മനുഷ്യനാണ് അതെല്ലാം വെറുമ എന്ന് വെച്ചിട്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ ആഹ്വാനം കേട്ട് ഉള്ളതിനെ നഷ്ടപ്പെടുത്തി ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നു. കാണാൻ കഴിയാത്ത, ഗ്രഹിക്കുവാൻ കഴിയാത്ത സത്യവിശ്വാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ നിത്യജീവന് വേണ്ടി, സ്വർഗരാജ്യം പുൽകുവാൻ വേണ്ടി തൻ്റെ പ്രാണനെ കളയുന്ന മനുഷ്യർ. ആരെങ്കിലും ഇന്ന് അങ്ങനെയുള്ളവരുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വർഷത്തിലൊരിക്കൽ ഈ സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ സഹദായുടെ ജീവിതം ഒരു മാതൃകയാകുകയും അതിൽ നിന്ന് എത്രമാത്രം നാം വ്യതിചലിച്ചു പോയി എന്ന് ചിന്തിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പുനഃപ്രതിഷ്ഠയുടെയും ദിനമാണ് ഈ പെരുന്നാൾ ദിവസം. ഭൗതികമായ മറ്റനേക കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനാകുവാൻ കീവർഗീസ് സഹദായുടെ അടുക്കൽ വരുന്നതിലും തെറ്റില്ല. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭയം, the fear of existence or the existential fear is the most excruciating fears that a human being can have. അതുകൊണ്ട് നമ്മുടെ പ്രാണൻ, ജീവൻ സുരക്ഷിതമാക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ ഇതുപോലെ അഭൗമികമായ തേജസ്സിനെ വരിച്ചിട്ടുള്ള പുണ്യപുരുഷന്മാർക്ക് ലഭിച്ചിട്ടുള്ള ഉൾവിളിയുടെ വെളിച്ചത്തിൽ അവർ സ്വീകരിച്ച ത്യാഗനിർഭരമായ ജീവിതം നമ്മെ ഈ ലോകത്തിൻ്റെ പറ്റുമാനങ്ങളോട്, അതിനോടുള്ള ഇൻക്ലിനേഷൻ ആൻഡ് ദ പ്രൊക്ലമേഷൻ അത് കുറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ്. കർത്താവ് അരുൾ ചെയ്യുകയാണ്, ഒരു മനുഷ്യൻ ജീവനെ സംരക്ഷിക്കാമെന്ന് വെച്ച് ശ്രമിച്ചാൽ നഷ്ടപ്പെടുത്തും. ജീവനെ നഷ്ടപ്പെടുത്തുവാൻ എന്തിന്? എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനതിനെ നേടുകയും ചെയ്യും. 2 യുവാക്കൾ ഡിസംബർ മാസത്തിൽ നല്ല മഞ്ഞ് പെയ്യുന്ന സന്ധ്യയിൽ താഴ്വാരത്തിലൂടെ കയറ്റം കയറി ഇങ്ങനെ പോവുക. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കാര്യമായ വസ്ത്രമൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ചൂട് പിടിച്ച എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാകും. ഇച്ചിരിയുടെ അങ്ങോട്ട് മാറിയാലുള്ള വള്ളംകളിയുടെ പാട്ടും, ഇനി കുറച്ച് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നടിച്ചിലിൻ്റെ പാട്ടും, ഏകദേശം 1.5 മാസത്തിന് മുമ്പ് കച്ചിയും നെല്ലുമൊക്കെ പണ്ട് അറിയത്തില്ല, അത് വള്ളത്തെ കയറ്റിയും അത് വലിയ വലിയ ചുമട് താങ്ങുകളിൽ കൂടെ കൊണ്ടുപോകുമ്പോഴും ഈ നാട്ടിലുള്ള നമ്മുടെ പൂർവികർ ഉൾപ്പെടുന്ന കഠിനാധ്വാനികൾ ചൊല്ലിയിട്ടുള്ള പാട്ടും പോലെ അവരും അങ്ങനെ ചർച്ച ചെയ്തു പോവുകയാണ്. തണുപ്പ് കൂടി തുടങ്ങുകയാണ്. മുകളിലോട്ട് പോകുന്നതോറും ഒരു വളവിനെത്തുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുന്നത് പോലെ തോന്നുന്നു. ഈ 2 പേരിൽ ഒരുവൻ മുന്നോട്ട് തന്നെ കാല് വെച്ചു. എന്നാൽ ഒരുവൻ പിൻവലിഞ്ഞ് ആ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവിടെ ഇരുന്നു. തൻ്റെ കൂട്ടുകാരനൊന്ന് നോക്കി അവനുള്ള നീരസം പ്രകടിപ്പിച്ചു. ഈ അടുത്ത് വന്ന മനുഷ്യൻ അവനെ ഒന്ന് തലോടി പൾസൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ പുറമേ തണുപ്പുണ്ടെങ്കിലും അകത്ത് ജീവന്റെ തുടിപ്പുണ്ട്. മുന്നോട്ട് തന്നെ കാല് വെച്ചവൻ ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ഭാരത പൗരന്മാരാണല്ലോ, അപ്പോൾ പിന്നെ അന്യരാജ്യക്കാരൻ എന്നുള്ളത് വിട്ടിട്ട് നമ്മുടെ സംസ്ഥാനക്കാരനാണോ കിടക്കുന്നത് കണ്ടിട്ട് ലക്ഷണമില്ല. ആലപ്പുഴ ജില്ല, ഇത് പത്തനംതിട്ടയാണോ? ആലപ്പുഴ ജില്ല അല്ല. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഭദ്രാസനം അല്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല.
നമ്മുടെ യൂത്ത് ലീഗിൽപ്പെട്ടതല്ല, എൻ്റെ നിറമല്ല, ആരുമല്ല. നീ അവിടെ നിന്ന് സമയം കളഞ്ഞോ, എനിക്ക് വേറെ കാര്യമുണ്ടെന്നും പറഞ്ഞ് അവൻ നടന്ന് മുന്നോട്ട് പോയി. 1-2 വളവുകളൊക്കെ കഴിഞ്ഞവൻ മുന്നിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ കണ്ട് അവിടെ അവൻ്റെ അടുക്കിലേക്ക് താണിറങ്ങിയ ആ വ്യക്തി അവനെ വാരിപ്പുണർന്ന് തോളത്തിട്ട് 2 പേരുടെയും കൂടെ ഭാരവും കയറ്റത്തിൻ്റെ കാഠിന്യവും വകവെക്കാതെ വേച്ച് നടന്ന് മുന്നോട്ട് പോയി. മുന്നോട്ട് ചെന്ന് ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ മാൻപയുടെ പോലെ തുള്ളിച്ചാടിപ്പോയ ആ യുവാവ് മരിച്ച് അവിടെ കിടപ്പുണ്ട്. എന്തായിരിക്കും കാര്യം? മുകളിലോട്ട് പോയപ്പോൾ ആ തണുപ്പ് കൂടി രക്തധമനികൾ കട്ട പിടിച്ച് ഹൃദയസ്തംഭനം മൂലം ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. എന്നാൽ ഈ മനുഷ്യനെ പുറത്ത് കയറ്റിയവൻ്റെ അനുഭവം, തൻ്റെ തോളിൽ കിടന്ന മനുഷ്യൻ്റെ 2 കൈയും പുറമോട്ട് കടന്ന് അവൻ്റെ പുറവശമെല്ലാം ഇങ്ങനെ തൊട്ട് തലോടി. നമ്മൾ മണിക്കൂറിന് ഫീസ് വെച്ച് തിരുവല്ല ജംഗ്ഷനിലും ഇനി എടത്തുവായിലും ഒക്കെ ഉണ്ടോ എന്നറിയത്തില്ല, സ്പാ തിരുമ്പ് കേന്ദ്രം, ആശ്വാസം നൽകുന്ന കേന്ദ്രത്തിലെ പോലെ അവനൊരു പൈസ പോലും കൊടുക്കാതെ നല്ല ഒരു തിരുമ്പ് അവന് ലഭിച്ചു. അവൻ്റെ അർദ്ധപ്രാണനായ ഹൃദയവും ഈ മനുഷ്യൻ്റെ ഹൃദയവും തമ്മിൽ തൊട്ട് തലോടി മുട്ടി ഉരസിയപ്പോൾ ആ തണുപ്പൊക്കെ മാറി ഹൃദയത്തിന് ചൂട് പിടിച്ചു. രക്തധമനികളിൽ കൂടെ രക്തമൊഴുകി. അങ്ങനെ അവൻ്റെ ശ്വാസം പകർന്ന് അങ്ങനെ അവരുടെ 2 പേരുടെയും ജീവൻ സുരക്ഷിതമായിരുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ നേടും. എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ലജ്ജയോ അപമാനമോ ഏൽക്കുമെന്ന ഭയത്താൽ എന്നെ ഏറ്റുപറയാത്തവനെ ഞാനും എൻ്റെ മൗത്വത്തിൽ വരുമ്പോൾ കണ്ടതായി നടിക്കുകയില്ല. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു മനുഷ്യൻ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, കേവലം 23 വയസ്സുള്ളപ്പോൾ ഫ്രാൻസിൻ്റെ അത്യുന്നതമായ പട്ടാള മേധാവിയായി അധികം താമസിക്കാതെ പോപ്പും കർദിനാൾമാരും വിശിഷ്ടാതിഥികളും 100 കണക്കിന് അണിനിരുന്നതായ ഫ്രാൻസിലെ നോർത്താം കത്തീഡ്രലിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അണിയിക്കുവാൻ വെച്ചിരിക്കുന്ന കിരീടമെടുത്ത് സ്വയം അണിഞ്ഞ് ഭാവഭേദം കൂടാതെ ആ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോയവൻ യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും പിടിച്ചടക്കി തൻ്റെ രാഷ്ട്രത്തിൻ്റെ അതിർത്തി ബന്ധിപ്പിച്ചവൻ, ദേശീയത ഉദ്ഘോഷിച്ച് അനേകായിരങ്ങളെ കൊന്നൊടുക്കി തടവിലാക്കിയവൻ, വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിക്കപ്പെട്ട് സെന്റ് ഹെലേന അമേരിക്കൻ ഐക്യനാടുകളിലെ ദ്വീപ് സമൂഹത്തിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അനേക വർഷങ്ങളിൽ അദ്ദേഹം അവിടെ കിടന്നു. നിസ്സഹായനായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കോറിയിട്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ആ കല്ലറയിൽ ഇപ്രകാരം ആനപ്പറമ്പാലുള്ളവർക്കും മുട്ടത്ത് ജനിച്ചതായ എനിക്കും ലോകത്തിലുള്ള ജനതയ്ക്കും ചിന്തിക്കേണ്ടതിന് ഇങ്ങനെ എഴുതി: Here lies a man who has no name. Here lies a man who has no name. ഇന്ന് ആനപ്പറമ്പാലെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ അത് വ്യാഖ്യാനിക്കാം? ഇവിടെ ഒരുത്തൻ കിടക്കുന്നു, അവന് പേരില്ല. ജീവിതകാലത്തൊക്കെയും പേരിനും പ്രശസ്തിക്കും സാമ്രാജ്യത്തിൻ്റെ പേരിൽ ഈ അതിക്രമങ്ങളൊക്കെ കാണിക്കാനിടയാക്കി. എന്നാൽ ചക്രവർത്തിക്ക് സംരക്ഷണമൊരുക്കുന്ന, ആ രാഷ്ട്രത്തിന് വേണ്ടി സംരക്ഷണമൊരുക്കുന്ന ഒരു അംഗം, അതിലെ ഒരു ഭടൻ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിൽ സംരക്ഷിച്ച് വിശ്വാസത്തിൽ നിർത്തുവാൻ വേണ്ടി പരിത്യാഗിയായപ്പോൾ ആ വിശുദ്ധൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദേവാലയങ്ങൾ സ്ഥാപിച്ച് പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കുന്നു. മനുഷ്യൻ്റെ ജീവനെ തടസ്സപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ജീവന് അപായമുണ്ടാക്കുന്ന ഏത് പിശാചിനെയും കൊല്ലുന്നവനാണ്
ഗീവർഗീസത. മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം ഏകുന്ന ഒരു പ്രസ്ഥാനവും അൺഫോർച്ചുനേറ്റ്ലി ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. മനുഷ്യന് വേണ്ടിയാകുന്നു ഇത് എല്ലാം എന്ന് പറയുമ്പോഴൊരു ആശ്വാസമുണ്ടെങ്കിലും മനുഷ്യന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുവെന്ന് ഏതാനും ദിനങ്ങൾ കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ചിത്രം നമുക്ക് വ്യക്തമാവും. പ്രിയമുള്ളവരെ, ക്രിസ്തു വിഭാവനം ചെയ്ത ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുന്നു, നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്നു എന്നത് ക്രിസ്തുവിനെ പോലെ തൻ്റെ ശരീരവും രക്തവും ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ഒരു ബലിയായി സമർപ്പിച്ചതുപോലെ തനിക്ക് ദൈവം നൽകിയ ആ ജീവൻ ദൈവത്തിന് മുമ്പാകെ ബലിയായി അർപ്പിച്ച് അനേകരെ വിശ്വാസത്തിലുറച്ച ധീരനായ മഹാത്യാഗിയായ രക്തസാക്ഷിയായ വിശ്വാസത്തിൻ്റെ അടിത്തറ പാകിയ വിശുദ്ധനെ ഞങ്ങളെ നിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ യോഗ്യരാക്കണമേ. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് തുണയായിരിക്കട്ടെ.